കുഞ്ചാക്കോവിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ ഉന്മാദത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. വളരെയധികം പ്രതീക്ഷയുടെ സിനിമയാണ് ഉന്മാദം. വേറൊന്നും കൊണ്ടല്ല, ദ റൈറ്റർ ഓഫ് ദിസ് മൂവി ഷാഹിദ് കബീർ. നമുക്കറിയാം കൺസിസ്റ്റൻ്റ്ലി ആയിട്ട് നല്ല സിനിമകൾ മാത്രം സമ്മാനിക്കുന്ന ഒരു റൈറ്റർ കം ഡയറക്ടറാണ് ഷാഹിദ് കബീർ. എല്ലാം പോലീസ് വേഷങ്ങളാണെങ്കിൽ പോലും ഒന്നിനൊന്നെല്ലാം വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈവൻ കുഞ്ചാക്കോവിനോട്ട് പ്രീവിയസ്ലി വർക്ക് ചെയ്ത് നമ്മൾക്കറിയാവുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി, അത് ടിപ്പിക്കൽ ഷാഹിദ് കബീറിൻ്റെ ഒരു പോലീസ് റൈറ്റിംഗ് ആണെങ്കിൽ പോലും ഒരു ജോൺറ ഷിഫ്റ്റ്, അതായത് റിയലിസ്റ്റിക്കിനെ വിട്ട് കുറച്ച് ഓവർ ദ ടോപ്പ് ആക്ഷൻസും പരിപാടിയും അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുള്ള സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. വീണ്ടും ആ ടീം കമ്പൈൻ ചെയ്ത സിനിമ വരുമ്പോൾ വളരെയധികം പ്രതീക്ഷകളാണ്. ഏതായാലും സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഏകദേശം 1 മിനിറ്റ് 57 സെക്കൻഡാണ് ട്രെയിലറിൻ്റെ ഡ്യൂറേഷൻ. ഓക്കെ, കോങ്ങാട് സ്റ്റേഷനിലെ 174 കുറിച്ച് അറിയാമല്ലേ? അതെ സാർ. ഈടോ അതിനെ ഫയൽ ഒന്ന് എടുത്ത് നോക്കിയാ പോരെ? സാർ, ഫയലത്തോടെ എല്ലാവർക്കും പേടിയാ. ഈടോ ഒരു കേസിൽ ആദ്യം അന്വേഷിക്കേണ്ടത് ആര്, എപ്പോൾ, എങ്ങനെ, എന്തിന്, എവിടെ വെച്ചെന്നുള്ളതാണ്. ഇതിൻ്റെ ടീസർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ടിപ്പിക്കൽ മറ്റേ നമ്മുടെ ഷാഹിദ് കബീറിൻ്റെ സെയിം മറ്റേ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആ ഒരു ടൈപ്പാന്ന് തോന്നുന്നു. കാരണം ഒരു കുറച്ചൊരു എൻഗേജ് ചെയ്യാതെ റിയലിസ്റ്റിക്കിന് ഇച്ചിരി മാറ്റി നിർത്തി, എന്നാൽ റിയലിസ്റ്റിക് ആണ് സിനിമ, എന്നാൽ അതിന് ഇച്ചിരി മാറ്റി നിർത്തി കുറച്ച് എൻഗേജിങ് ഒരു സിനിമാറ്റിക് സാധനമുള്ളൊരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത് ടീസർ കണ്ടപ്പോൾ. ട്രെയിലറിൻ്റെ തുടക്കം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. നമുക്ക് കണ്ടു നോക്കാം. സംശയകരമായി തോന്നിയിട്ടില്ല. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ പിന്നാലെ പോയിട്ടുള്ളവർക്കൊക്കെ ലിജോ മോൾ എന്താ പറ്റേ പല്ലിയുണ്ട്. പല്ലി. പക്ഷേ ഈ കേസ് 6 വർഷം മുമ്പ് ക്ലോസ് ചെയ്തതല്ലേ, ഇനി ഇതെങ്ങനെ തെളിയിക്കാനാ? ആ ഫയലെങ്ങാണ് നമ്മൾ തൊട്ടെന്ന് അറിഞ്ഞ ഇനി സ്റ്റേഷനിൽ ഇരിക്കാൻ പറ്റിയല്ല. സാറേ, മനുഷ്യന്മാരെ പോലെ എന്റെ പഴയ മക്കള് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ക്രൈം സീനിൽ നിൽക്കുമ്പോൾ നാട്ടുകാരുടെ ഇടയിൽ വെച്ച് ഇത്തരം മണ്ടത്തരങ്ങൾ പറയാതിരിക്കുക. എന്താ പൊട്ടനാതോ പൊട്ടാൻ അഭിനയിക്കണം? അതൊക്കെ ഒരു അന്ധവിശ്വാസമല്ലേ. ഹൊറർ എലമെൻ്റ് ഉള്ളൊരു സിനിമയാണ്, കൊള്ളാം. ഈ ഷാഹിദ് കബീറിന് ഇതിന് മാത്രം ഒരു സ്ക്രിപ്റ്റ് സാധനങ്ങൾ ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? അദ്ദേഹം പോലീസുകാരനായിരുന്നു പ്രീവിയസ്ലി. അപ്പോൾ കിട്ടിയ കുറേ പുള്ളിക്ക് ഇതിന് മാത്രമുള്ള എക്സ്പീരിയൻസ്, അത് ഇതുമാത്രമുള്ള സ്റ്റോറികളുള്ള കാര്യങ്ങളൊക്കെ കാണേണ്ടി വന്നു അല്ലെങ്കിൽ അറിയേണ്ടി വന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര സംഭവമാണ്. കൊള്ളാം. ഇന്ന് പഞ്ചമിയാണ്. ഉന്മാദം, ഓ അത് പേര്. ആ സീൻ്റെ കൊടുത്ത് ആ പല്ലി ചിലക്കുന്നതിൻ്റെ ആ സാധനം പോകുന്നുണ്ടോ? വെറൈറ്റി ഉണ്ട്. ചിലപ്പോ നാളെ എനിക്കൊരു സസ്പെൻഷൻ അടിച്ചു കിട്ടും. ഉന്മാദം. റൈറ്റർ ഷാഹിദ് കബീർ, അർജുൻ സേതു DOP, മ്യൂസിക് മുജീബ് മജീദ്, കിരൺ ദാസ് എഡിറ്റർ, പുള്ളിയാണ് ഇതിൻ്റെ ഡയറക്ടറും, ജിതിൻ ജോൺ പ്രൊഡക്ഷൻ ഡിസൈനർ. ഓക്കെ, ഇതിൻ്റെ മുജീബ് മജീദാണ് നമ്മുടെ കിഷ്കിന്താടത്തിൻ്റെ ഒക്കെ മ്യൂസിക് ഡയറക്ടറാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ആ പുള്ളിയുടെ മ്യൂസിക് ഡയറക്ടർ ഭയങ്കര രസമാണ്. നിങ്ങൾ എക്കോയൊക്കെ കണ്ടറിയാം. എക്കോയും നമ്മുടെ കിഷ്കിന്താണ്ടൊക്കെ കിഷ്കിന്താണ്ടൊക്കെ ആക്ച്വലി ഒരു ഇൻഡസ്ട്രിയൽ ഒരു അതിനെ ഒരു ഇൻസ്പയർ ചെയ്ത രീതിയിലുള്ള മ്യൂസിക്കായിരുന്നു. എക്കോ ആണെങ്കിൽ പോലും ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്ന മ്യൂസിക്കാണ്. സെയിം ഇതിനകത്താണെങ്കിൽ പോലും ആ സീൻ്റെ ഒപ്പം മറ്റേ പല്ലി ചിലക്കുന്ന ആ സാധനം ഇടയ്ക്ക് സിങ്കായി പോകുന്ന നൈസായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പല്ലിക്കൊരു എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, അല്ലെങ്കിൽ പല്ലിക്കൊരു വലിയ റോൾ ഉണ്ടെന്ന് തോന്നുന്നു. ട്രെയിലറുള്ള ഒരു എന്താണ് ഒരു ത്രില്ലർ കം ഒരു ഹൊറർ എലമെൻറ്റ് ഒരു കോമ്പിനേഷൻ, ആ ഒരു സാധനമാണ്. പിന്നെ ഇത് ഉന്മാദം എന്നാണ് ഇനി പുള്ളിക്ക് തോന്നുന്നതാണ്. ആ പേരിനോട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇനി പുള്ളിക്ക് ഒരു ഹാലൂസിനേറ്റ് ചെയ്ത് തോന്നുന്നൊക്കെ ആയിരിക്കും. ബട്ട് കൊള്ളാം, ട്രെയിലറുള്ള കൂടുതൽ കാര്യങ്ങൾ റിവീൽ ആയിട്ടില്ല. എന്തൊരു സംഭവം നടക്കുന്നു, അതിനെ തുടർന്ന് സംഭവിക്കുന്ന സംഭവബഹുലമായ കഥകളൊക്കെ ആയിരിക്കും. പിന്നെ ഷാഹിദ് കബീറിനെ വളരെയധികം എക്സ്പെക്ടേഷൻ ഉണ്ട് പുള്ളിയുടെ സിനിമ വരും. കാരണം പുള്ളിയുടെ എല്ലാ സിനിമയും ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളൊരിക്കലും ചിന്തിക്കാത്ത ലെവലായിരിക്കും സിനിമ പോകുന്നത്. ഇങ്ങനെ സ്ലോ പേസി പോയി അവസാന സംഭവം അത് ഭയങ്കര ആന സംഭവം, ടിസ്റ്റോ ഹെവി സാധനമൊന്നും അല്ലാതെ പോലും ഒരു സംഭവമുണ്ട്. പുള്ളിയുടെ പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ മനസ്സ് മരവിച്ചു പോവും, അല്ലെങ്കിൽ ഒരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി മാത്രമല്ല എനിക്കൊരു സിനിമാറ്റിക് ക്ലൈമാക്സ് നമുക്ക് കിട്ടിയുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കണ്ടു കഴിയുമ്പം ജോസഫ് ആണേലും ലാസ്റ്റ് നമ്മുടെ റോന്താണേലും നമ്മുടെ
പിന്നെ ഏതായിരുന്നു ഇലവീഴ പൂഞ്ചിറയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇലവീഴ പൂഞ്ചിറ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ബാക്കി രണ്ട് ഇപ്പം നായാട്ടൊക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിങ്ങനെ മരവിച്ചു പോകും. റിയാലിറ്റി അതാണ്, യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യം അതാണ്. എന്നാൽ പോലും ഷാഹിദ് കപൂറിൻ്റെ റൈറ്റിംഗ് ഒരു പീക്കാണത്. സോ ഈ പടത്തിലും അത് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നു. എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവരുടെ പ്രീവിയസ് ഒരു കിടിലൻ പടമായിരുന്നു. ഒരിക്കലും അങ്ങനെ കുഞ്ചാക്കോൻ്റെ സൈഡ് ചെയ്തൊരു അങ്ങനത്തെ ഒരു പവർഫുൾ പോലീസ് ക്യാരക്ടർ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ കിടിലായിട്ട് ഓഫീസർ ഡ്യൂട്ടി പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊരു കിടിലൻ പടമായിട്ട് ഞാൻ ആശംസിക്കുന്നു. ഈ ട്രെയിലർ കണ്ടിട്ട് എനിക്കിതൊക്കെയാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.